أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. റമദാൻ ഇന്നലെ അവസാനിച്ചു. ഇന്ന് നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. സന്തോഷത്തിൻ്റെ ദിനങ്ങൾ ആഘോഷിക്കുന്നു. അതുകൊണ്ട് ഏതെല്ലാം നന്മകൾ നാം ഈ റമദാനിൽ ചെയ്തിട്ടുണ്ടോ, ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ, അതിനെ പുതുക്കുകയും ചെയ്തിട്ടുണ്ടോ ചിലതിനെ, അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ ഇന്ന് ഈദ് ആഘോഷിക്കുന്നത്. ഈ ഈദ് സന്തോഷിക്കുന്നതിനുള്ള ദിവസം മാത്രമല്ല, പ്രതിജ്ഞ എടുക്കാനുള്ള ദിവസം കൂടിയാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്നതാണ്. അതായത് റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നന്മകൾ അപ്പോഴാണ് യഥാർത്ഥ ഈദ് ആയിത്തീരുക, പെരുന്നാളായിത്തീരുക. ഖുത്ബ ജുമയിലും ഞാൻ ഇത് സംബന്ധമായി പറഞ്ഞിരുന്നു. യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ തഖ്വ എന്ന് പറഞ്ഞാൽ, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമും ഇത് സംബന്ധമായി വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം, നല്ല കാര്യം തുടർന്നു കൊണ്ടുപോവുകയും അത് സ്ഥിരമായി നിലനിർത്തുകയും ചെയ്യുക, നന്മകളെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ടു പോവുക, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് മാത്രമല്ല തഖ്വ, നന്മയെ തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതും കൂടിയാണ് തഖ്വ. അതുകൊണ്ട് ഇന്നേ ദിവസം ഈ പെരുന്നാളിന് നാം എല്ലാവരും വീണ്ടും നമ്മൾ ഇതിനെ പ്രതിജ്ഞ പുതുക്കുകയാണ്. റമദാനിൽ നമ്മൾക്ക് സ്വായത്തമാക്കിയിരിക്കുന്ന എല്ലാ നന്മകളും നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നതാണ്. സൃഷ്ടാവിനുള്ള കടമയും സൃഷ്ടിയോടുള്ള കടമകളും അത് നമ്മൾ റമദാനിൽ നിർവഹിച്ചു കൊണ്ടിരുന്നു, അത് വീണ്ടും നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നതുമാണ്. അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ഇവിടെ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇന്ന് നാം സന്തോഷത്തിൻ്റെ ദിനം ആഘോഷിക്കുന്നു. ഈ ഈദ് നമ്മുടെ പ്രതിജ്ഞകളെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. റമദാന് ശേഷം നമുക്ക് ഈ ഒരു അവസരം നൽകിയിരിക്കുന്നു. ഇന്ന് ഈ ദിവസം കളിതമാശകളിൽ, ഭക്ഷണം കഴിക്കുന്നതിലും പുതിയ വസ്ത്രം ധരിക്കുന്നതിലും ഒച്ചപ്പാടുണ്ടാക്കുന്നതിലും മാത്രമല്ല കഴിച്ചു കൂട്ടേണ്ടത്, മറിച്ച് ഈദ് എന്ന് പറഞ്ഞാൽ, പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശവുമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു പാഠവും നമുക്ക് നൽകിയിരിക്കുന്നു. നന്മകൾ തുടർന്നു കൊണ്ടുപോകണമെന്നുള്ള പാഠം, തിന്മകൾ കൈവിടണം എന്നുള്ള പാഠം. അള്ളാഹുവിനോടുള്ള കടമയും നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കണം, സൃഷ്ടികളോടുള്ള കടമയും നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കണം, നന്മയിൽ നിരതരായിരിക്കണം. അത് നിശ്ചിതമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും വേണം. അപ്പോഴാണ് നാം സ്വയവും നമ്മുടെ വരും തലമുറയും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരായി മാറുക, അവൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി മാറുക. ഈ കാര്യത്തെ നമ്മളെപ്പോഴും തന്നെ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിന് വേണ്ടി റമദാൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ, ചില അനുവദനീയമായ കാര്യങ്ങൾ പോലും വിശുദ്ധ റമദാൻ മാസം നമ്മൾ ഉപേക്ഷിക്കുകയുണ്ടായി. അപ്പോൾ അതെല്ലാം തന്നെ, അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ലഭിക്കുന്നത് എല്ലാം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ്. ഈ
ഇതിനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്യാനുള്ള, റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ദിവസമാണ്. അള്ളാഹുവിന് വേണ്ടി ഏതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുന്നുവോ, അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി അതെല്ലാം നമ്മൾ വീണ്ടും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി അത് നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ മാറ്റുന്നതാണ്. അതുപോലെ തന്നെ അത് കൂക്കുലായും കൂക്കുൽ ഇബാദും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സൃഷ്ടികളോടുള്ള കടമയും സൃഷ്ടാവിനോടുള്ള കടമയും എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, മനുഷ്യ ജീവിത ഇതിൽ നിലനിൽക്കുന്നത് തന്നെ, അതിൻ്റെ വിജയം, ഒരു വിശ്വാസിയുടെ വിജയം നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി പരിപൂർണ അനുസരണത്തിൻ്റെ ഉന്നത നിലവാരം കാണിക്കുമ്പോഴാണ്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഫളിനെയും ബർക്കത്തുകളെയും നമ്മൾ കരസ്ഥമാക്കുന്നവരായി മാറുക. എപ്പോഴും അള്ളാഹുവിനോട് ഖൈർ, നന്മയും നമ്മൾ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് വീണ്ടും അതേ അവസ്ഥയിലേക്ക്, മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, റമദാനിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, ചിലരുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കും, ചിലരുടെ അവസ്ഥ അതായിരുന്നു. അങ്ങനെ നമ്മൾ പുരോഗതിയിലേക്ക് നമ്മൾ കാൽവെക്കുന്നില്ലെങ്കിൽ അത് ഈ പ്രവൃത്തി വിശ്വാസിക്ക് ചേർന്നതല്ല. യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ നന്മയിൽ മുന്നേറുന്നവനാണ്, മുന്നോട്ട് കുതിച്ചു കൊണ്ടുപോകുന്നവനാണ്. ഈ ദിവസം ഈ ഒരു പ്രതിജ്ഞ നമ്മൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രതിജ്ഞ നിറവേറ്റാനാണ്, അതിനെ പുതുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ദിവസം നമ്മൾ ഇവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഒരുമിച്ച് കൂടേണ്ടതും. എപ്പോഴും തന്നെ നമ്മുടെ കാലടുകൾ മുന്നോട്ട് പോകണം, നമ്മളുടെ ഗമനം മുന്നോട്ടായിരിക്കണം. അതിനുവേണ്ടി ദുആയും ചെയ്യുന്നു, ഒരുമിച്ച് കൂടുന്നു, സന്തോഷിക്കുകയും ചെയ്യുന്നു. വസ്ത്രം ധരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല സന്തോഷം എന്തിനു വേണ്ടിയുള്ളതാണ്? അള്ളാഹു നമുക്ക് നന്മ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള പ്രതിജ്ഞ ചെയ്യലാണ്. ആ സന്തോഷം, യഥാർത്ഥ സന്തോഷം, അത് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ആ നന്മകളെ നിലനിർത്തുമ്പോഴാണ്, തുടർന്നു കൊണ്ടുപോകുമ്പോഴാണ്. യഥാർത്ഥ ഈദ് നമ്മളുടേതായിത്തീരുന്നത്, പെരുന്നാളായിത്തീരുന്നത് ഈ നന്മകൾ നിലനിർത്തിക്കൊണ്ടു പോകുകയും നമ്മളുടെ കഴിവനുസരിച്ച് കൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ ഗമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇതില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈദിൻ്റെ സന്തോഷം അത് വെറും ഉപരിപ്ലവവും താൽക്കാലികവുമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നതല്ല. ഭക്ഷണം കഴിക്കുക, ആസ്വദിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ആകെ തുക. അതൊരു കാര്യമൊന്നുമല്ല. ഇത് പൊതുജനങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറില്ല. ഭൗതികതായിരിക്കുന്ന ആളുകളും മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യുന്നില്ല. അത് ഇവിടെ വിധേയമായിരിക്കുന്ന കാര്യങ്ങളല്ല. മനുഷ്യന് അതുകൊണ്ടെന്ന് ഗുണമാണുള്ളത്. അതുപോലെ തന്നെ താൽക്കാലികമായ സന്തോഷം മനുഷ്യന് ഒരു വിധത്തിലുള്ള നേട്ടവും നൽകുന്നതല്ല. യഥാർത്ഥ വിശ്വാസിക്ക്, യഥാർത്ഥ അഹമ്മദിക്ക് അത് ഫലം നൽകുന്നത് അവൻ്റെ ഉള്ളിൽ പരിശുദ്ധമായിരിക്കുന്ന, പവിത്രമായിരിക്കുന്ന മാറ്റമുണ്ടാകുമ്പോഴാണ്. ഈ ജീവിതത്തിൽ എനിക്ക് മാറ്റമുണ്ടാക്കിക്കൊണ്ട് അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റും എന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോഴാണ്. അഹമ്മദിയും അനഹമ്മദിയും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസമുള്ളത്? ഒരു അഹമ്മദിയും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അംഗീകരിച്ചവനാണ്. അള്ളാഹുവിനോട് അവൻ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. എല്ലാ തിന്മകളിൽ നിന്നും തൗബ ചെയ്തുകൊണ്ട് എല്ലാ നന്മകളിലേക്കും അവൻ മുന്നേറാൻ ശ്രദ്ധിക്കുന്നതാണ്. തൻ്റെ ജീവിതം പരിശുദ്ധമാക്കി മാറ്റുകയും ചെയ്യുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളിലും മറ്റുള്ളവരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? നിങ്ങൾ തന്നെ തിന്മയ്ക്ക് പാത്രമായി തീരുന്നതാണോ? ഒന്ന് പ്രതിജ്ഞ നിറവേറ്റാത്ത കുറ്റം, മറ്റൊന്ന് തൻ്റെ നന്മകൾ ചെയ്യാത്ത, ആ പ്രതിജ്ഞ നിറവേറ്റാത്തതുമായിട്ടുള്ള ബന്ധം. നിങ്ങൾ രണ്ട് തെറ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിരുന്നു, ആ പ്രതിജ്ഞ നിറവേറ്റുന്നില്ല. മറ്റൊന്ന്, നന്മയിലേക്ക് മുന്നേറുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ദിവസം നമ്മളെപ്പോഴും തന്നെ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ചെയ്തിരിക്കുന്ന പ്രതിജ്ഞകളെ എപ്പോഴും തന്നെ അതിനെ വിലമതിക്കുകയും അതിനെ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി അതിൽ നിലനിൽക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഇന്നത്തെ ഈ ദിവസം നമ്മൾക്കൊരു ആത്മപരിശോധന നടത്തേണ്ട ദിവസമാണ്. നാം ഈ പ്രതിജ്ഞയെ നിറവേറ്റുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടോ? നമ്മളെ
യഥാർത്ഥത്തിൽ നാം അള്ളാഹുവിനോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുന്നതിൽ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇത് ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം ഈദുൽ ഫിത്തർ നമുക്ക് കാണിച്ചു തരേണ്ടത് ഒരു മാസത്തിൻ്റെ റമദാൻ കൊണ്ട് നോമ്പ് കൊണ്ട് അള്ളാഹുവിനെ കിട്ടിയെന്ന് കാണിക്കണം. അള്ളാഹുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്മയിൽ മുന്നേറും. അത് ഈ ദിവസം സന്തോഷത്തിൻ്റെ മാത്രം ദിവസമല്ല, ഇബാദത്തിൻ്റെയും കൂടി ദിവസമാണ്. പൊതുവിൽ നമ്മൾ 5 നേര നമസ്കാരമല്ലേ ഫർളുള്ളത്. ഈ ദിനത്തിൽ നമുക്ക് 6 നമസ്കാരങ്ങളാണ് ഫർളാക്കപ്പെടുന്നത്, നിർബന്ധമാക്കപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നേറാനുള്ള കുതിക്കാനുള്ള ഒരു ദിവസമാണിത്. അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് ഈ 5 നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഇന്നത്തെ ദിവസം ഇബാദത്തിനെ നിറവേറ്റാൻ വേണ്ടി നമ്മളുടെ നമുക്കുള്ള ഫർളുകളും കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ വരും ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. അതായത് ഇന്ന് നമ്മളൊരു പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, അതിനെ സന്തോഷിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിജ്ഞ നിറവേറ്റുന്നതിൽ നമ്മളുടെ ഇബാദത്തിൻ്റെ നിലവാരത്തെ നമ്മൾ ഉയർത്താൻ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് മുന്നേറിക്കൊണ്ട് സൃഷ്ടികളോടുള്ള കടമകൾ നമ്മൾ നിറവേറ്റുകയാണ് വേണ്ടത്. സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുക എന്നുള്ളതും ഒരു ഇബാദത്താണ്, ആരാധനയാണ്. എപ്പോഴും തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നാം ഇത് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുന്നില്ലെങ്കിൽ, അള്ളാഹുവിനെ ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിനെ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ ഈ സന്തോഷം കൊണ്ടാടുക എന്നുള്ളത് എന്തർത്ഥമാണുള്ളത്? ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹും ഒരു വ്യക്തിയെ ഉദാഹരിച്ചുകൊണ്ട് പറയുകയുണ്ട്, അള്ളാഹുവിനെ കിട്ടാത്ത വ്യക്തി അതുപോലെ തന്നെ ഭൗതികമായിരിക്കുന്ന കാര്യത്തിൽ അവൻ സന്തോഷിക്കുന്നു. അവൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് ആ ഒരു ഭ്രാന്തനെ പോലെയാണ്. അവന് എന്ന് പറഞ്ഞാൽ ഈ രത്നങ്ങളുടെയും മുത്തുകളുടെയും വില അറിയാത്ത വ്യക്തിയാണ്. എൻ്റെ മൂല്യം അറിയില്ല. എല്ലാം തിളങ്ങുന്നതും എല്ലാം ഒരു തിളങ്ങുന്ന ഒരു കല്ലെടുത്തുകൊണ്ട് ഇതിന് വലിയ മുത്തായി അവൻ കരുതുന്നു, രത്നമായിട്ട് കരുതുന്നു. എന്നാൽ യഥാർത്ഥ രത്നത്തിൻ്റെ മൂല്യം അറിയുന്നവനാണ്, അവനാണ് അതിൻ്റേതായ മൂല്യം അറിയുക, എത്രയാണ് അതിൻ്റെ വില എന്ന്. ഇതേപോലെ തന്നെ ആത്മീയതയുടെ അവസ്ഥ, യഥാർത്ഥ ഇബാദത്ത്, യഥാർത്ഥ നന്മ എന്താണ്, അതിൻ്റെ വില മനസ്സിലാക്കുമ്പോഴാണ് അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനായിത്തീരുക. ഇത് തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകമായി അള്ളാഹുമായിട്ടുള്ള വ്യക്തിക്ക് വ്യക്തമായ ഒരു പ്രത്യേകമായ ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പോഴാണ് അവന് ആത്മീയതയിലേക്ക് പോകാനുള്ള മുത്തുകളും പഴയങ്ങളും തിരഞ്ഞെടുക്കുക. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു ഭ്രാന്തനും ഒരു യഥാർത്ഥ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ായിത്തീരും നമ്മളിത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ. ഭൗതികരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക നേട്ടം കരസ്ഥമാക്കുക എന്നുള്ളത് അവിടെ ലക്ഷ്യം. അത് നമുക്ക് കാണാനും സാധിക്കുന്നത് ലോകത്ത് അവർ സമ്പത്തിനെയാണ് ദൈവമാക്കി വച്ചിരിക്കുന്നത്. വേണ്ടി തൻ്റെ ജീവനും അവരെന്തിനും ചെയ്യാൻ വേണ്ടി കഷ്ടപ്പാടിന് അവർ സന്നിധരാകുന്നു. സാമ്പത്തികമായിരിക്കുന്ന നഷ്ടം വന്നാൽ അവർ ഭ്രാന്തരായിത്തീരുന്നു. ഗാനയിലായിരുന്നപ്പോൾ അവിടെ ഞാൻ കാണുകയുണ്ടായി. ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവിടെ, കുറച്ച് ഭ്രാന്തായിരുന്നു, വട്ടുണ്ടായിരുന്നു. ഒരു ഭ്രാന്തിൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. എന്തോ ഭൗതികമായിരിക്കുന്ന എന്തെങ്കിലും ഒരു അപകടം കാരണത്താലായിരിക്കും ഭ്രാന്തനായിത്തീർന്നിരിക്കുന്നത്. കാരണം അയാളുടെ കർമ്മങ്ങൾ കാണുമ്പോൾ അവൻ എപ്പോഴും തന്നെ സമ്പത്ത് വാരിക്കൂട്ടണം എന്നുള്ള ഒരൊറ്റ പ്രാളമായിരുന്നുണ്ടായിരുന്നത്. എന്തോ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് നേരിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴും തന്നെ പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും, സമ്പത്ത് വരിക്കൂട്ടാൻ വേണ്ടി. നാണയം കൊടുത്താൽ ആ നാണയം വാങ്ങാറുണ്ടായിരുന്നില്ല. എനിക്ക് നോട്ട് തന്നെ വേണം എന്നുള്ളതാണ്, കറൻസി വലിയ ഇത് വേണം. ഇങ്ങനെ ഒരിക്കലും നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാടി വിളിച്ചു, പൈസ കൊടുത്തു. അപ്പോൾ പറയുകയുണ്ടായി, പൈസ കൊടുത്തപ്പോൾ പറഞ്ഞു, ഇന്ന് പൈസയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്ന് പറയുകയുണ്ടായി. പൈസ എന്താണ് അദ്ദേഹത്തിൻ്റെ സിഗരറ്റിൻ്റെ ആ പെട്ടികളെ ബോക്സുകൾ ഇങ്ങനെ വെട്ടി ഒരു വലിയ കെട്ടാക്കി വെച്ചിരുന്നു. എന്നിട്ട് പറയും,
ഇത്ര നോട്ടുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് കരുതി ഇങ്ങനെ നടക്കുകയാണ് പാവം. ഇഷ്ടം പോലെ നോട്ടുകളുണ്ട് എന്നുള്ള ആ ധാരണയിലാണ് അയാൾ നടക്കുന്നത്. അങ്ങനെ ജനങ്ങളിൽ നിന്ന് പിന്നെ പൈസ വാങ്ങുന്നില്ല. അതായത് ആ ഒരു കടലാസിൻ്റെ കഷ്ടത്തെ നോട്ടാക്കി മനസ്സിലാക്കിയിരിക്കും എത്ര പൈസ എൻ്റെ കയ്യിലുണ്ട് എന്ന് അയാൾ പറയുകയുണ്ടായി. എന്നിട്ട് ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് പറയുകയാണ്, ഇതാ പൈസ കിട്ടി ഇത്ര സമ്പത്ത് കിട്ടി എന്നുള്ളതും ഞാൻ വലിയ അമീറായി തീർന്നിരിക്കുന്നു എന്ന് പറയുകയാണ് അയാൾ സ്വയം അങ്ങനെ മനസ്സിലാക്കുന്നത്. ആ കടലാസിൻ്റെ കഷ്ണങ്ങളെ ഇതാണ് എൻ്റെ പൈസ നോട്ടുകൾ എന്നാണ് മനസ്സിലാക്കിയത് പാവം. അയാളുടെ മാനസികമായിരിക്കും അവസ്ഥ ആയിരുന്നു. ഏതായിരുന്നാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെറും ഭൗതികമായിരിക്കുന്ന തിളക്കങ്ങളെയോ സംബന്ധിച്ച് കലീം സാനി പറഞ്ഞതുപോലെ ആ ഒരു ഭൗതികത എന്തെങ്കിലും കുറച്ച് കഷ്ണങ്ങളെ കിട്ടി അതിൻ്റെ വില അറിയില്ലല്ലോ എന്താണെന്നുള്ളത്. ആ കടലാസിൻ്റെ കഷ്ണങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ അമീറായി എന്ന് മനസ്സിലാക്കുന്നൊരു ഭ്രാന്തൻ, എൻ്റെ കയ്യിൽ സമ്പത്തുകൾ വന്നു എന്ന് കരുതുന്ന കുട്ടി, അവരെക്കുറിച്ച് നമ്മളെന്താ പറയുക, മാനസിക രോഗി എന്നേ പറയുള്ളൂ, ഭ്രാന്തനി എന്നേ പറയുള്ളൂ. മറ്റെന്താ നമ്മൾ പറയുക, തെറ്റായ കാര്യത്തിൽ സന്തോഷിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ യഥാർത്ഥ സന്തോഷം എന്ന് പറഞ്ഞാൽ അവന് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കിട്ടുമ്പോഴാണ്, ആ സമ്പത്ത് അവന് ലഭിക്കുമ്പോഴാണ്. അതല്ലാതെ കടലാസിൻ്റെ വെറും കഷ്ണങ്ങളെ അല്ലെങ്കിൽ വെറും കല്ലുകളെ കണ്ടുകൊണ്ട് ഇത് രക്തമായി കൂട്ടുന്നവരല്ല. അതുകൊണ്ട് വിശ്വാസികൾക്ക്, റമദാനിൽ നിന്നും കടന്നുപോയ വിശ്വാസിക്ക്, അവർ ഈദ് ആഘോഷിക്കുന്ന വിശ്വാസിക്ക് അവൻ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള ഈദാണോ ഞാൻ ആഘോഷിക്കുന്നത്, അള്ളാഹുവിൻ്റെ സമീപത്തിൻ്റെ കാഴ്ചകൾ എനിക്ക് കാണാൻ സാധിച്ചോ, റമദാനിൽ പല ഗുണവും ഞാൻ സമ്പാദിച്ചോ, വലിയ നേട്ടവും എനിക്ക് കിട്ടിയോ, അതൊന്നും കിട്ടിയിട്ടില്ല. വെറും പട്ടിണി കടന്നതാണെങ്കിൽ നമ്മുടെ അവസ്ഥയും ആ ഒരു ഭ്രാന്തൻ്റെ, ആ മാനസിക രോഗിയുടെ അവസ്ഥ പോലെയായിരിക്കും. വെറും കടലാസ് കഷണങ്ങളെ നമ്മൾ സമ്പത്തായി കണക്ക് കൂട്ടുന്നവരായിരിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ വല്ലതും കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടായിത്തീരണം. ഇന്ന് ഈ റമദാൻ മാസത്തിൽ ഈ ദിവസത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ടത് അള്ളാഹുവിനെ കിട്ടി എന്നുള്ള സന്തോഷമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിനെ ലഭിച്ചു എന്നുള്ള സന്തോഷമാണ്, ആ തുള്ളിച്ചാട്ടമാണ് നമുക്ക് ഇതിൽ വേണ്ടത്. ഇതിനെ നമ്മളൊരു നായികക്കല്ലായി നമ്മൾ കണക്കാക്കണം. പുതിയ മാർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായി ഇതിനെ മാറ്റണം. റമദാനിൽ അള്ളാഹുവിനെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു, അന്ന് നമ്മളതിൻ്റെ സന്തോഷം പങ്കിടുകയാണ്. നമ്മുടെ ഈദ് പെരുന്നാൾ ഈ രീതിയിലാണെങ്കിൽ അള്ളാഹുവിനെ ലഭിക്കുന്നതിന് വേണ്ടി റമദാനിൽ പരിശ്രമിച്ചിരുന്നു. അതിൻ്റെ ചില മിന്നലാട്ടങ്ങൾ നമ്മൾ കാണാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ ആ മാർഗത്തിലൂടെ ചരിക്കുന്നവരായി മാറുന്നതാണ്. അള്ളാഹുവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മാർഗത്തിലൂടെ ആ സമ്പത്തിനെ കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറുന്നതാണ്. യഥാർത്ഥ സമ്പത്തിനെ കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറുന്നതാണ്. അത് അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന സമ്പത്തായിരിക്കും. അതിങ്ങനെ നമുക്ക് ലഭിക്കുന്ന അള്ളാഹുവിനെ കൊണ്ടുപോകുന്ന സമ്പത്തായിരിക്കും. അതും തിന്മകൾ വിട്ടുകൊണ്ട് റമദാനിൽ നമ്മൾ നന്മയിലേക്ക് കുതിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സന്തോഷത്തിൽ ഭാഗവാക്കാകാൻ നമുക്ക് അർഹതയുണ്ട്. നമ്മളെ ഇബാദത്തിൻ്റെ ആരാധനയുടെ നിലവാരം റമദാനിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഈദ് ആഘോഷിക്കുന്നവരെ നമ്മൾ മാറുന്നതാണ്. സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നതിൽ പൂർണ്ണമായി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ സന്തോഷം ആഘോഷിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഈ സന്തോഷത്തോടൊപ്പം നമ്മളൊരു പ്രതിജ്ഞ എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ സന്തോഷത്തെ സ്ഥിരമാക്കി മാറ്റുന്നതാണ്. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഇതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായി മാറിയെന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹുവിനെ നിങ്ങളുടെ മാറ്റങ്ങൾ, നിങ്ങൾ നന്മയിലേക്ക് കുതിക്കുന്നത് അപ്പോൾ അള്ളാഹു വളരെയധികം സന്തോഷിക്കുമെന്നുള്ളതാണ്. റസൂൽ തിരുമേനി പറയുകയുണ്ടായി, ഒരു വ്യക്തി
ഒരു ഒട്ടകത്തിന് മുകളിലുള്ള തൻ്റെ സാധനങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകുമ്പോൾ വനത്തിൽ കളഞ്ഞു പോയത് അങ്ങനൊരു വ്യക്തി, ആ കളഞ്ഞുപോയ ഒട്ടകത്തെ കിട്ടാത്ത ആ ഒരു വ്യക്തി, വളരെ പരിഭ്രമചിത്തനായ വ്യക്തി, ഒരു മരത്തിന് ചുവട്ടിലിരുന്ന് പെട്ടെന്ന് ഇത് ഓർത്തുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ പെട്ടെന്ന് അവൻ ഉറങ്ങിപ്പോയി അവിടെ. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആ ഒട്ടകം, തൻ്റെ സാധനങ്ങളുള്ള ഒട്ടകം അതിന് കൺമുമ്പിൽ കാണുമ്പോൾ അപ്പോൾ ആ വ്യക്തിക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ വ്യക്തി, അവനതാ പിന്നീട് എല്ലാം ലഭിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് തൻ്റെ ദാസൻ തന്നിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിയെക്കാളും വലിയ സന്തോഷമുണ്ടാകുമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എൻ്റെ ദാസൻ തൗബ ചെയ്തുകൊണ്ട് എന്നിലേക്ക് വരുമ്പോൾ, എന്നെ കരസ്ഥമാക്കാൻ വേണ്ടി എൻ്റെ ദാസനെ ശ്രമിക്കുമ്പോൾ വളരെയധികം അള്ളാഹു സന്തോഷിക്കുന്നു. ഒരു മാതാവിന് തൻ്റെ കളഞ്ഞുപോയ കുട്ടിയെ ലഭിക്കുന്നത് പോലെ അള്ളാഹുവിന് തൻ്റെ ദാസന് തിരിച്ചു വരുമ്പോഴുണ്ട് അതിനേക്കാളും വലിയ സന്തോഷമുണ്ടാകുന്നു എന്നുള്ളതാണ്. റമളാനിൽ നമ്മളിൽ ആരെല്ലാം അങ്ങനെ പരിശ്രമിച്ചിട്ടുണ്ടോ, അള്ളാഹുവിനെ സന്തോഷിക്കാനായി പരിശ്രമിച്ചിട്ടുണ്ടോ, അള്ളാഹുവിനെ കരസ്ഥമാനാക്കാനായി പരിശ്രമിച്ചിട്ടുണ്ടോ, അപ്പോൾ അള്ളാഹു അവർക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ, അള്ളാഹു വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു അവനിലേക്ക് തിരിച്ചു വരുന്ന ദാസരോട് വളരെയധികം സന്തോഷിക്കുന്നു. ഇതായിക്കഴിഞ്ഞാൽ ഈ സന്തോഷത്തിൻ്റെ സുദിനമായി ഇന്ന് നമുക്ക് ആഘോഷിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈദിൻ്റെ ദിവസം, പെരുന്നാൾ ദിവസം അനുഗ്രഹീത ദിവസം തന്നെയാണ്. എന്നാൽ ഇതിനേക്കാളും അനുഗ്രഹീതമായൊരു ദിവസമുണ്ട്. ദുഃഖകരമെന്ന് പറയട്ടെ, ജനങ്ങൾ അതിനെ സംബന്ധിച്ച് പ്രതീക്ഷയെ അർപ്പിക്കുന്നില്ല, അതുപോലെ അന്വേഷിക്കുന്നുമില്ല. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് അവർ വേണ്ട രീതിയിൽ, അതല്ലെങ്കിൽ അതിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, ആ ദിവസത്തെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ വലിയ അനുഗ്രഹീത ദിവസമായിരുന്നു അവർക്ക്. അതിൽ അവർക്ക് സന്തോഷത്തിന് സുദിനമായി അവർ മനസ്സിലാക്കിയിരുന്നു. അത് വലിയ ഭാഗ്യമായി അവർ കരുതിയായിരുന്നു. ആ ദിവസം ഏതാണ് ദിവസം? ജുമയെക്കാളും ഈദിനേക്കാളും അനുഗ്രഹീതമായ ദിവസം ഏതാണ്? പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാതെ ഏതാണ്. അത് മനുഷ്യൻ്റെ തൗബ ചെയ്യുന്ന ദിവസം, പശ്ചാത്തപിച്ച് മടങ്ങുന്ന ദിവസമാണ് ഏറ്റവും നല്ല ദിവസം. എല്ലാ ഈദിനേക്കാളും പെരുന്നാളേക്കാളും സന്തോഷം നൽകുന്ന ദിവസം. കാരണം അവൻ ആ മനുഷ്യനിൽ ജഹന്നമിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ തെറ്റായിരിക്കുന്ന അവൻ്റെ കർമ്മഫലങ്ങളും, അത് അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്ന കർമ്മഫലങ്ങളെല്ലാം മായ്ച്ചു കളയപ്പെടുന്നതാണ്. അവൻ്റെ ഭാവങ്ങൾ മായ്ച്ചു കളയപ്പെടുന്നതാണ്, കഴുകിക്കളയുന്നതാണ്. ഇതിനേക്കാളും വലിയ സന്തോഷത്തിൻ്റെ ഈദിൻ്റെ ദിവസം മറ്റെന്താണ് മനുഷ്യന് വരാനുള്ളത്? എന്നേക്കുമുള്ള ദൈവ കോപത്തിൽ നിന്നും ജഹന്നമിൽ നിന്നും അവന് മോക്ഷം ലഭിക്കുന്ന ദിവസം. തൗബ ചെയ്യുന്ന പാപിയും അള്ളാഹുവിൽ നിന്നും അകന്നിരിക്കുന്ന വ്യക്തി, അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായ വ്യക്തി ഇപ്പോൾ ഇതാ അള്ളാഹുവിൻ്റെ സമീപത്തിലേക്ക് വരുന്നു. അങ്ങനെ ആ ജഹന്നമിൽ നിന്നും അവൻ അകറ്റപ്പെടുന്നു. മസീഹ് അലൈഹി സ്വലാം പറയുന്ന, റമളാൻ ദിവസത്തിൽ തൗബയുടെ കവാടങ്ങൾ അല്ലാഹു തുറന്നിരുന്നു. അത് നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ തൗബ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ഈദിൻ്റെ ദിവസം. ഇന്ന് ഈ ഈദിൻ്റെ ദിവസം അതിൻ്റെ ഒരു പ്രകടനമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നു, അത് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ പ്രകടനം എന്നുള്ള നിലയിൽ നമ്മളോട് പറയുകേണ്ട, ഇതിൻ്റെ ഭൗതികമായിരിക്കും സന്തോഷവും നിങ്ങൾ കൊണ്ടാടുക. നല്ല ധരിക്കുക, സുഗന്ധം പുരട്ടുക, നല്ല ഭക്ഷണം കഴിക്കുക, നന്മ നിങ്ങൾ കരസ്ഥമാക്കുക, നിങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അതിനുള്ള അവസരമാണിത്. അള്ളാഹുവിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. നിങ്ങളുടെ ഇബാദത്തുകളുടെ നിലവാരം ഉയർത്തി നിങ്ങൾക്ക് അവസരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ തൗബയോടൊപ്പം തന്നെ യഥാർത്ഥ തൗബയോടൊപ്പം പരിശുദ്ധി കൈവരിക്കേണ്ടത് നിർബന്ധമാണ്. എല്ലാ തിന്മകളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും പൂർണ്ണമായി നമ്മൾ വിട്ടു നിൽക്കേണ്ടതാണ്. അതല്ലാതെ വെറും തൗബ എന്നുള്ള വാക്കം കുറെ ഉച്ചരിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ തൗബ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്. അങ്ങനെയുള്ള അനുഗ്രഹീതമായ ദിവസം തൻ്റെ തിന്മകളിൽ നിന്ന് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുമായിട്ട് യഥാർത്ഥത്തിലുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടി തൻ്റെ കഴുത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ തിന്മയുടെ ഫലമായിട്ട് അവന് വരാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് അവൻ തീർച്ചയായിട്ടും അവൻ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ അവൻ മനസ്സിലാക്കും, അവന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ സ്ഥാനം അവർക്ക് ലഭിക്കും.
ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഈ ഒരു ഈ ചിന്തയോടുകൂടി നമ്മൾ ഈദ് ആഘോഷിക്കേണ്ടതാണ്. ഈ റമദാനിൽ പല തിന്മകളിൽ നിന്നും ഉപേക്ഷിച്ചുകൊണ്ട് നന്മ സ്വായത്തമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിലേക്ക് കുമ്പിട്ട് കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഈദ്. കാരണം അള്ളാഹുവിൻ്റെ സംരക്ഷണം വരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. ഇന്ന് ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഈ സന്തോഷത്തെ ഞാൻ എല്ലാവരോടും ഒപ്പം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ തൗബക്ക് ശേഷം അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ സ്ഫുരണങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് പ്രകാശത്തിൻ്റെ ആ പ്രകാശമയമായി അവൻ മാറുന്നതും അവൻ്റെ ഹൃദയം പ്രകാശപൂർണ്ണമായി തീരുന്നതാണ്. തിന്മയിൽ നിന്നും അവൻ വിട്ടുകൊണ്ടേ പോകുന്നതുമാണ്, അകന്നുകൊണ്ടേ പോകുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തിയുടെ ഓരോ പ്രവൃത്തിയും ഓരോ കർമ്മവും പിന്നീട് അള്ളാഹുവിൻ്റെ പ്രീതിക്കായിട്ട് മാറുന്നതാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ അങ്ങനെയായി തീരുമ്പോൾ അത് അവൻ്റെ സമൂഹത്തിലും അവൻ്റെ ചുറ്റുപാടിലും അവൻ്റെ ഭാര്യ മക്കളിലും അത് സ്വാധീനം ചെലുത്തുന്നതാണ്. അങ്ങനെ അവൻ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവനായി മാറും. ജനങ്ങൾക്ക് ഗുണം ചെയ്യുമ്പോൾ പിന്നീട് ഒരു സമാധാന അന്തരീക്ഷം അവൻ്റെ ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് നന്മയിൽ മുന്നേറാനും എൻ്റെ ഈ ഇബാദത്തിൻ്റെ നിലവാരം ഉയർത്താൻ അത് കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ എൻ്റെ സമീപം നിങ്ങൾ കരസ്ഥമാക്കുക. എൻ്റെ സമീപം കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഹദീസിൽ പറഞ്ഞതുപോലെ അള്ളാഹു പറയുന്നു, അങ്ങനെയുള്ള സന്തോഷമായിരിക്കും എനിക്ക് ഒരു മനുഷ്യൻ്റെ അവർ മരുഭൂമിയിൽ കളയപ്പെട്ട തൻ്റെ ഒട്ടകത്തെ കിട്ടുമ്പോൾ, തൻ്റെ മാതാവിന് ഒക്കെ നഷ്ടപ്പെടുമ്പോൾ തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം. ഇന്ന് ലോകത്ത് എന്തെല്ലാം അശുദ്ധികളാണുള്ളത്. ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ പേരിൽ നോമ്പെടുക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടി അവൻ നോമ്പെടുക്കുമ്പോൾ, അതിനെ പരിശ്രമിക്കുമ്പോൾ അള്ളാഹു തീർച്ചയായിട്ടും അതിന് ഇഷ്ടംപോലെ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. എന്തുമാത്രം അവസ്ഥയാണ് അവൻ ഇന്ന് നേരിടേണ്ടിയിരുന്നത്. തീർച്ചയായും അവൻ ഇങ്ങനെയുള്ളൊരവസ്ഥ, ഇങ്ങനെയുള്ളൊരു ജുഗുപ്സാവഹമായ ഒരവസ്ഥയിൽ വിട്ടുകൊണ്ട് അവന് അള്ളാഹിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അള്ളാഹുവിന് ഫലപ്രദം നൽകുന്നതാണ്. റമദാനിലും വരും ജീവിതത്തിലും ഈ നന്മകളെ നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. എങ്ങനെയാണ് നമുക്ക് അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ ഫളിനെ അന്വേഷിക്കുന്നവരെ നമുക്ക് എങ്ങനെ മാറാൻ സാധിക്കും? നമ്മളുടെ സന്താനങ്ങളിലും ഈ അനുഗ്രഹത്തെ തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അള്ളാഹു നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു നൽകിയിരിക്കുന്ന, നമ്മുടെ മക്കളുടെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു അവിടെ സ്ഥാപിച്ചിരിക്കുന്ന, ജഹന്നമിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ സമീപത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അവസ്ഥ നമുക്ക് നേടാൻ സാധിക്കും. ഈ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ യഥാർത്ഥ ഈദ് ആഘോഷിക്കുന്നവരെ നമ്മൾ മാറും. നമ്മുടെ ചുറ്റുപാടും യഥാർത്ഥ ഈദ് ആഘോഷിക്കുന്നവരായി മാറും. നമ്മളെ കുടുംബവും നമ്മളെ മക്കളും യഥാർത്ഥ ഈദ് ആഘോഷിക്കുന്നവരായി മാറും. ഇത് നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ ലക്ഷ്യം കരസ്ഥമാക്കി, ഈ ഈദിൻ്റെ സന്തോഷം നമ്മൾ കരസ്ഥമാക്കി എന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഈ സന്തോഷത്തിൽ ഈ ഭൗതികമായിരിക്കുന്ന രൂപഭാവങ്ങളും നമ്മൾ നന്നാക്കി വെച്ച് നല്ല ഭക്ഷണവും നല്ല നമ്മളതുണ്ടാക്കി ആഘോഷിക്കുന്നു. അള്ളാഹു നമ്മൾ ഈ ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. നമ്മുടെ നമസ്കാരത്തെ നിലനിർത്തുന്നവരെ അള്ളാഹു നമ്മളെ മാറ്റട്ടെ. പള്ളിയിൽ തഹജ്ജുദിന് വേണ്ടി ആദ്യം വരാറുണ്ടായിരുന്നു, തറാവിക്ക് വേണ്ടി വരാറുണ്ട്. വീടുകളിലെങ്കിലും കുറച്ച് നേരം നഫൽ നമസ്കരിക്കാനും തഹജ്ജുദ് നമസ്കരിക്കാനും നിങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സമയം നൽകണം. അള്ളാഹുവിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരെ നിങ്ങൾ മാറണം. സൃഷ്ടികളുടെ കടമ നിറവേറ്റുന്നവരെ നിങ്ങൾ മാറണം. പരസ്പരമുള്ള തർക്കങ്ങളെ നിങ്ങൾ കൈവെടിയുക. റമദാനിൽ ഏതെല്ലാം നന്മകൾ നമ്മൾ നിലനിർത്തിയും അതിനെ നിലനിർത്തിക്കൊണ്ടേ പോവുക. വീട്ട് ഭാര്യ ഭർത്ത ബന്ധം, അതുപോലെ തന്നെ അമ്മായിമ്മ മരുമകൾ ബന്ധം, അതുപോലെ തന്നെ വീടിലുള്ള അങ്ങോട്ടുമുള്ള അമ്മതികളുള്ള പരസ്പരമുള്ള വിതർക്കങ്ങൾ, നമ്മുടെ സുഹൃത്തു ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ അതൊരു മാതൃകാപരമായ ബന്ധങ്ങളാക്കി മാറ്റണം. അങ്ങനെ അള്ളാഹു നമ്മളിൽ നിന്ന് തൃപ്തിപ്പെടട്ടെ. അങ്ങനെ ഇവർ എൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് അള്ളാഹു ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവട്ടെ. അപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ ഇതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. ഏതെങ്കിലും ഭൗതികമായിട്ടുള്ള താൽക്കാലികമായ നഷ്ടവും അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള താൽക്കാലികമായ നഷ്ടങ്ങൾ പോലും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. പലപ്പോഴും
പിന്നെ പല വ്യക്തികളിൽ നിന്നും പല നഷ്ടങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് വേണ്ടിയാണ് നീ നഷ്ടം സഹിച്ചതെങ്കിൽ അത് ഞാൻ പൂർത്തിയാക്കി തരുന്നതാണ്. അത് നിങ്ങൾ പരസ്പരം സൗഹൃദത്തിൽ വർത്തിക്കുക, നിങ്ങൾ പരസ്പര സ്നേഹത്തിൽ വർത്തിക്കുക, നിങ്ങൾ പരസ്പര സൗഹൃദത്തിൽ വർത്തിക്കുക, സൗഹൃദത്തിൻ്റെ കൈ നിങ്ങൾ നീട്ടുക. അള്ളാഹുവിനറിയാം ഈ മനുഷ്യൻ എനിക്ക് വേണ്ടിയാണ് ഈ ബന്ധങ്ങളെ സുദൃഢമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നത്. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവൻ്റെ അവൻ്റേതായിരിക്കുന്ന പ്രവൃത്തികൾ അവിടെ മാത്രമല്ല നിൽക്കുക, വീടുകളിൽ മാത്രമല്ല, അത് ചുറ്റുപാടും വ്യാപിക്കുന്നതാണ്. ജനങ്ങൾ മനസ്സിലാക്കും ഈ വ്യക്തിയിൽ ഇത്ര വലിയ നല്ല മാറ്റമുണ്ടായിട്ടുണ്ട്, ഇതിനെന്തോ കാരണമുണ്ട് എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. തീർച്ചയായും ഇതുകൊണ്ടെന്തോ ലഭിക്കുന്നുണ്ട് എന്ന്, അതുകൊണ്ടാണ് അവന് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഒരു ഗുണവുമില്ലെങ്കിൽ മനുഷ്യ വെറുതെ എന്തിനാ അതും ഇതും ചെയ്യുക, ഇത് മറ്റുള്ളവരെയും സ്വാധീനിക്കപ്പെടും. അള്ളാഹു നമുക്ക് ഈ നമ്മളിൽ ഉണ്ടാകുന്ന പരിശുദ്ധമായ മാറ്റങ്ങൾ അത് നിലനിർത്തുമാറാകട്ടെ. നമ്മൾ റമദാനിൽ നിന്നും കരസ്ഥമാക്കിയ നന്മകൾ നമ്മൾ വ്യർത്ഥമാക്കുന്നവരാകാതിരിക്കട്ടെ, അള്ളാഹുവിൽ നിന്നും അകന്നു പോകുന്നവരായി മാറാതിരിക്കട്ടെ. നമ്മൾ യഥാർത്ഥത്തിൽ ഈ മാറ്റങ്ങളെ തൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിരമായ ഭാഗമാക്കുന്നവരായി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. അപ്പോഴാണ് യഥാർത്ഥ ഈദ് കരസ്ഥമാക്കുന്നവരെ നമ്മൾ മാറുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബയ്യത്തിൻ്റെ കടമ നിറവേറ്റുന്നവരായി നമ്മൾ മാറുക. അപ്പോഴാണ് നാം സമൂഹത്തിന് സമാധാനം ഉണ്ടാക്കുന്നവരെ നമ്മൾ മാറുക. അപ്പോഴാണ് നമ്മൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനത്തെ പ്രചരിപ്പിക്കുന്നവരെ നമ്മൾ മാറുക. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം, ഇതാണ് അഹമ്മദിയുടെ ലക്ഷ്യമായി മാറേണ്ടത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ദുആയും ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു എല്ലാ അഹമ്മദികളെയും തൻ്റെ ഫദ്ലിൻ്റെ ചാദറിൽ മൂടി വിട്ടെ. പല സ്ഥലങ്ങളിലും പല ബുദ്ധിമുട്ടുള്ള അഹമ്മദികളുണ്ട്, നിയമത്തിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നവരായിട്ടുണ്ട്. അതായത് നാമധാരികൾ കള്ളക്കേസുകളിൽ കുടുക്കപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. മതത്തിൻ്റെ പേരിൽ പറഞ്ഞ് പാകിസ്ഥാനിൽ അവിടെ നിയമങ്ങളുണ്ടാക്കി അവർക്ക് അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. അവർക്ക് യഥാർത്ഥ ഈദ് ആഘോഷിക്കാൻ അഹമ്മദികൾക്ക് അള്ളാഹു അവസരം ഉണ്ടാക്കട്ടെ. അവർ മാറ്റം കൊട്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് പോകുന്നവരെ മാറട്ടെ. അങ്ങനെ അവർക്ക് ഭൗതികമായ സന്തോഷവും കരസ്ഥമാക്കാൻ സാധിക്കുമാറാകട്ടെ. സ്വതന്ത്രത്തോടുകൂടി അള്ളാഹുവിൻ്റെ അബാദത്തിൻ്റെ കടമ നിറവേറ്റാനും മറ്റുള്ളവരുടെ കടമ നിറവേറ്റാനും അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഫദ്ലിനെ ആകർഷിക്കുന്നവരായി അവർ മാറ്റട്ടെ. ഇവരുടെ പ്രയാസങ്ങൾ അള്ളാഹുവും പെട്ടെന്ന് ദൂരീകരിക്കുമാറാകട്ടെ. ഇന്ന് ഈ ദിവസം ഈദ് നിസ്കരിക്കുമ്പോൾ അവർ ഭയപ്പെട്ടുകൊണ്ടാണ് ഈദ് അനുസരിച്ചിട്ടിരിക്കുന്നവരിന്ന്. അവർ പല സ്ഥലങ്ങൾ മാറി പല സമയങ്ങൾ മാറ്റിക്കൊണ്ടൊക്കെയാണ് അവർ ഈ കേന്ദ്ര പള്ളികളിൽ അവർക്ക് നമസ്കരിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് കറാച്ചിയിൽ തന്നെ പല സ്ഥലങ്ങളിലും നമസ്കരിക്കുന്നതും തടഞ്ഞുകയുണ്ടായി. അവിടെയുള്ള സംഘാടകർ പള്ളികൾ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് എതിരാളികളെ തടയുന്നതിന് പകരമായിട്ട് നമ്മളെ പള്ളികളെ ഇവർ തടയുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ആലിമീകൾ അള്ളാഹു വേഗം പിടിക്കട്ടെ, അതിനുള്ള ദിവസങ്ങളുള്ള വരട്ടെ. രോഗികളായിരിക്കുന്നവരെയും അവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. എല്ലാവരിലും അള്ളാഹു കാരുണ്യവും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഈ മനുഷ്യത്തിൻ്റെ പേരിൽ ആരെല്ലാം ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ടോ, മനുഷ്യത്വത്തിൻ്റെ പേരിൽ എല്ലാം തന്നെ ത്യാഗം ചെയ്യുന്നുണ്ടോ, സാമ്പത്തിക ത്യാഗം ചെയ്യുന്നുണ്ടോ, അള്ളാഹു ഒരു ഫദ്ൽ ചെയ്യുമാറട്ടെ. ജമാഅത്തിൻ്റെ പേരിൽ ആരെല്ലാം ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി ആരാണ് സാമ്പത്തിക ത്യാഗം ചെയ്യുന്നുണ്ടോ, ഇവർക്കെല്ലാവർക്കും തന്നെ അള്ളാഹു അനന്തമായ അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. ശ്രോതാക്കളുടെ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമാറാകട്ടെ, സുദൃഢമാക്കുമാറാകട്ടെ. അവരുടെ വലിയ വലിയ ത്യാഗങ്ങൾ അവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ ഇവർക്ക് ലഭിക്കുമാറാകട്ടെ. അള്ളാഹു ഇതിൽ വാഖഫീനെ ജിന്ദഗികളുണ്ട്, ജീവിതം വഖഫ് ചെയ്തവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നടക്കുമാറാകട്ടെ. ഇവർക്ക് വേണ്ടി ദുആ ചെയ്ത് അവർ അള്ളാഹുവിൻ്റെ വഖഫുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥ അർത്ഥത്തിൽ അവരുടെ ജീവിതം വഖഫ് ചെയ്ത് ജീവിക്കുന്നവരായി മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പൊതുവിൽ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇവർ വളരെ കഠിനമായ ദിനങ്ങളാണ് പോകുന്നത്. ദജ്ജാലി ശക്തികൾ ശക്തമായിക്കൊണ്ട് ഇവരെ നഷ്ടിക്കത്തിൽ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളും തങ്ങളുടെ വിശ്വാസത്തിൽ ബലഹീനരായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവർ ഈമാനിൽ വിശ്വാസത്തിൽ അവർ സദൃഢമായിരുന്നുവെങ്കിൽ, അള്ളാഹുവിലേക്ക് പോകുന്നവരായിരുന്നെങ്കിൽ ഈ ദജ്ജാലി ശക്തികളിൽ നിന്നും അവരുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അപ്പോഴാണ് അവർക്ക് ഫലം നൽകുക. അവർ വിശ്വാസത്തെ ദൃഢപ്പെടുത്തേണ്ടതാണ്. മുസ്ലിങ്ങൾക്കും ബുദ്ധി നൽകുമാറാകട്ടെ, കാര്യം മനസ്സിലാക്കാൻ ആയിക്കോട്ടെ, അവർക്ക് കാര്യം മനസ്സിലാക്കാൻ സാധ്യമാകട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൊന്തല പിടിക്കുന്നവരായി മാറട്ടെ.
ഈ കാലത്ത് അള്ളാഹു മസീമുലിനെ അയച്ചിട്ടുള്ളത് അവരുടെ അംഗീകരിക്കാൻ ഇവർക്ക് സൗഫിക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ഇതിൻ്റെ യഥാർത്ഥ സന്തോഷം അവർക്ക് ആഘോഷിക്കുമാറാകട്ടെ. ഈ അസീറാനെ പോലെ അവരുടെ സ്വാതന്ത്ര്യം അല്ലാഹു അവരെ തടവിൽ നിന്നും അവർക്ക് സ്വാതന്ത്ര്യം നൽകുമാറാകട്ടെ. ശത്രുക്കൾ ഇവർക്ക് എല്ലാ രീതിയിലും അവർക്ക് ആക്രമിക്കാൻ ചെയ്യുന്നത് അള്ളാഹു അവരെ ഈ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു തൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മളെ നടക്കുമാറാകട്ടെ. എല്ലാ യഥാർത്ഥ സന്തോഷം ഈദ് ആഘോഷിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. अब हम दुआ करेंगे, जो मैंने बताया इस दुआओं को याद रखें, दुआ कर लें. आमीन. आप सबको भी, दुनिया की सभी जमातों को, अफराद जमात को भी ईद मुबारक हो. पाकिस्तान के लोगों को मैंने कहा था मुस्तकिल दुआ में याद रखें. काफ़ी सख्त हालात हैं. अल्लाह ताला हकीकी मानों में उनके लिए ईद मुबारक करे. उन सबको भी ईद मुबारक. घरों में बेचारे बैठे हैं, बज़ाहिर मायूसी है, लेकिन ദുഃഖത്തിലാണ് അവരുടെ. എന്നാൽ അവർ ദുഃഖിക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സന്തോഷത്തിന് കാണിക്കുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഈദ് അനുഗ്രഹീതമായ ദിനം.